വാസു ആരാണ്? എൻ വാസു ആരാണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, ഒന്ന് പറഞ്ഞു കൊടുക്കേ. എൻ വാസു ആരാണ്? എൻ വാസു ആരാണ്? ഇത് വലിയ കുരിശായല്ലോ. എനിക്ക് വടയും പാസി പണ്ടർന്ന് അറിഞ്ഞൂടാ. സംസാരിക്കാൻ പോവൻ CPM നേതാവാണ്. അയാളെ പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആക്കി. ചേട്ടാ അതിന് ഞാനെന്ത് കുറ്റം ചെയ്തെന്നാ? അത് പത്മകുമാറാണ്. ആ പത്മകുമാറിന്റെ നേതൃത്വത്തിലെ ബോർഡാണ് അത് എഴുതി വെച്ചത്. ഈ ദേവസ്വം ഈ ബോർഡിന്റെയും ഇവനെ ഞാനൊരു പൂച്ചിട്ടെ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഏട്ടാ. KS ബൈജു തിരുവാഭരണ കമ്മീഷണർ കസ്റ്റോഡിയൻ ഏതു സംഘടനയുടെ നേതാവാണ്? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഏതു സംഘടനയുടെ നേതാവാണ്? പ്രസിഡന്റ് ഇവൻ നമ്മൾ നാളെ എടുത്തോണാട്ടാ. ഇവനെവിടെ കൊന്നാലാ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അല്ല ഇതെന്താ ഇതിൽ ഓരോ കാര്യവും നോട്ട് ചെയ്ത് വെച്ച് എനിക്കറിയാന്നേ. നിങ്ങൾ മനുഷ്യരെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേല. ഇനി നോക്കണ്ട, മോങ്ങാനിരുന്ന പട്ടിയുടെ നിലയിൽ തേങ്ങ വീണത് തന്നെ. യൂത്ത് കോൺഗ്രസ് നേതാവ് നിക്ക്. ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തിരികെ അങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രം അങ്ങ് ഇടപെടാൻ തയ്യാറാകാതെ അതൊക്കെ അങ്ങ് കോൺഗ്രസ് ഓഫീസിൽ ആ സംസ്കാരം വെച്ചാൽ മതി. മാതൃഭൂമിയുടെ ഫ്ലോറിൽ സംവാദത്തിൽ ആ സംസ്കാരം എടുക്കാൻ കഴിയില്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? അങ്ങോട്ട് പിടിച്ചോ. മണ്ടത്തരം പറഞ്ഞത് ആരാണ്? മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ. ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കനാ. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലേ? നീ കളഞ്ഞിട്ട് പോടേ. അങ്ങ് കേട്ടതിന്റെ കുഴപ്പമുണ്ട്. പോയി ചോദിക്കണം. അങ്ങക്ക് മനസ്സിലായില്ലേ? താനം ദൂളത്തരവാടാ ഈ പറയുന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അല്ല പിന്നെ എന്ത് മണ്ടത്തരാണ് ജനാധിപത്യപരമായ ചർച്ചയില്ലേ അങ്ങനെ പറയരുത്. എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു കഴിഞ്ഞു. പിന്നെ മണ്ടത്തരത്തിനല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയണം? പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. ജെക്സി തോമസ്, ഈ KS ബൈജും G ബൈജും രണ്ടുപേരാണ്. കോൺഗ്രസ്സുകാരനല്ല, CITU-കാരനാണ്. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ സുഹൃത്ത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ചാനലുകളിൽ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ അല്പ വെളുക്കച്ചിരിയുമൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അത് പോട്ടണു അല്ല. പിന്നെ വയനാട്ടിലെ ജനങ്ങളെ ഉപയോഗിച്ച 100 വീട് കേരളത്തിലെ കോൺഗ്രസ്, 100 വീട് കർണാടകയിലെ കോൺഗ്രസ്, 100 വീട് വയനാട്ടിലെ വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, ബീറ്റ്റൂട്ട് 3 കിലോ 100. മുരാരി ബാബുവിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഏത് കോൺഗ്രസ് ആ മുരാരി ബാബുവിന്റെ സ്വർണം അങ്ങ് ഇടപെടാതെ പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ? നന്നായി. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. അങ്ങ് ഇടപെടാതെ. അങ്ങേക്കെന്താ പൊള്ളിയോ? അങ്ങ് തിരിച്ചിങ്ങോട്ട് കൊടുക്കുമ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് അടിച്ചു മാറ്റിയത് എനിക്ക് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നതാണോ? നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. ഈ സമയത്താണ് ചൂടാവണത്. ചൂടാവാൻ പിന്നെ സമയമൊക്കെ ഉണ്ട്. സമയമൊക്കെ എഴുതിത്താ കൊല്ലും ഞാൻ. നീയോ ഞാനോ വിചാരിച്ചിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു കുതിർത്താണ്.